നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സമ്പാദ്യങ്ങളിൽ മറ്റൊരാളുടെ കണ്ണീർ വീണിട്ടുണ്ടോ? ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്. പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന പുഞ്ചിരികൾ. അതെ, ഇന്ന് ആഘോഷമാണ്. ജോയ ലൂക്കാസ്, ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ്. അയാളുടെ 50 സ്വർണ്ണ നാണയങ്ങൾ അടങ്ങിയ ഒരു സഞ്ചി നഷ്ടപ്പെട്ടു. ഒരു പെൺകുട്ടിക്കാണ് അത് ലഭിച്ചത്. അവൾ ആ സഞ്ചി അച്ഛനെ ഏൽപ്പിച്ചു. അവർ രണ്ടുപേരും ചേർന്ന് പണസഞ്ചി അയാൾക്ക് നൽകി. പക്ഷേ അയാൾ അപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്: ഇതിൽ 75 സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നു, നീ അത് മോഷ്ടിച്ചു. തർക്കമായി. അവസാനം കേസ് ഗ്രാമമുഖ്യന്റെ അടുത്തെത്തി. ഗ്രാമമുഖ്യൻ അയാളുടെ കൗശലം തിരിച്ചറിഞ്ഞു. ഗ്രാമമുഖ്യൻ പറഞ്ഞു, ഇയാളുടെ നഷ്ടപ്പെട്ട സഞ്ചിയിൽ 75 നാണയങ്ങളാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ സഞ്ചി ഇയാളുടേതല്ല. സഞ്ചിക്ക് മറ്റവകാശികളില്ലാത്തതിനാൽ നാണയമടങ്ങിയ സഞ്ചി പെൺകുട്ടിക്ക് തന്നെ കൊടുക്കാൻ ഗ്രാമമുഖ്യൻ കൽപ്പിച്ചു. എല്ലാ പ്രവൃത്തികൾക്കും പ്രതിഫലമുണ്ട്. അത് എപ്പോഴെങ്കിലും നമ്മെ തേടി വരും. അന്യരുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്ത് എന്തൊക്കെ നേടിയാലും അത് അവസാനം നഷ്ടപ്പെടും. അർഹതപ്പെട്ടത് മാത്രം നമുക്ക് സ്വന്തമാക്കാം. കാരണം അസത്യത്തിലൂടെ കിട്ടിയ നേട്ടം ഒരു ദിവസം നഷ്ടപ്പെട്ടേക്കാം. ശുഭദിനം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്.